ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓക്സിലറി എങ്ങനെ, എപ്പോൾ, ഏത് സമയത്ത്, ഏതിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാം എന്നാണ്. അതായത് ഇന്നലെ ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സെൻറ്റൻസാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ ബി ആഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വേണോ വേണ്ടയോ, അതെന്തുകൊണ്ടാണ് നമ്മൾ അതിൽ ആഡ് ചെയ്തത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനുശേഷം നമുക്ക് ഈ സെൻറ്റൻസിൽ ബിയുടെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം. അപ്പോൾ ബി നമ്മൾ എങ്ങനെയെല്ലാമാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം പഠിച്ചു വരാം. എന്നിട്ട് അവസാനം ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് ബിയുടെ ആവശ്യകത നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ബി എന്ന് പറയുന്ന ആ ഓക്സിലറി ഉണ്ടല്ലോ, അത് വെറും ഒരു ഓക്സിലറി അല്ല. ഒരുപാട് പേർക്ക് ഇതേക്കുറിച്ചിട്ട് അറിയാമായിരിക്കും അല്ലേ. ബി എന്ന് പറയുന്നത് നമ്മൾ ഈസ്, വാസ്, വേറെ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സിമ്പിൾ ഓക്സിലറി അല്ല. ബി എന്ന് പറയുന്നതിൽ നിന്നാണ് നമ്മൾ ഒരുപാട് ഓക്സിലറി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈസ്, ആറ്, ആമ എന്നുള്ളത് നമ്മുടെ പ്രസൻ്റാണ്. അത് നമ്മുടെ ബിയുടെ ഒരു ഭാഗമാണ്, അറിയാലോ. അതുപോലെ ഓസ്, വേർ പാസ്റ്റിൽ ബിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് ബീയിങ് എന്നുള്ളത്. പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ബീൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബി നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അവിടെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വിൽ ബി. അതെല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി നമ്മളെടുത്ത ക്ലാസ് ആണ്. അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെ നമ്മൾ വിൽ ബി യൂസ് ചെയ്യുന്നു, അവിടെയും ബി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ചില ആളുകളുടെ ധാരണ എന്ന് പറയുന്നത് വില്ലിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ബി എന്നുള്ളത് എന്നാണ്. അല്ല, അത് മാത്രമല്ല കേട്ടോ. പിന്നെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ അവനൊരു കളിക്കാരനായിരിക്കും, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബി എന്ന ഓക്സിലറി യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാണ്, അടുത്ത ദിവസം ഞാൻ ലണ്ടനിലായിരിക്കും. അടുത്ത ദിവസം ഞാൻ ലണ്ടനിലായിരിക്കും. ഇവിടെ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും അവിടെ ബി യൂസ് ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ലണ്ടനിലായിരിക്കും. ദ നെക്സ്റ്റ് ഡേ ഐ വിൽ ബി ഇൻ ലണ്ടൻ. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ഐ വിൽ ബി ഞാൻ ആയിരിക്കും ഇൻ ലണ്ടൻ, ലണ്ടനിലായിരിക്കും. ഇവിടെ നമ്മൾ വിൽ ബി യൂസ് ചെയ്തു അല്ലേ, ഇത് സംശയമില്ലല്ലോ. നെക്സ്റ്റ് ഇങ്ങനെ പറയാണ്, നാളെ ഞാൻ അവനോട് പണം വാങ്ങും. നാളെ ഞാൻ അവനോട് പണം വാങ്ങും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഐ വിൽ ബൈ മണി ടു ഹിം ടുമോറോ. നാളെ ഞാൻ അവനോട് പണം വാങ്ങും. ഇത് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറാണ്. ഓക്കെ, ഉറപ്പോടു കൂടി പറയുന്നതുമായിരിക്കാം. അപ്പോൾ അവിടെയും നമ്മൾ ബി യൂസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ 5 മിനിറ്റ് ലേറ്റ് ആകും. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ 5 മിനിറ്റ് ലേറ്റ് ആകും. വരാനിരിക്കുന്നൊരു കാര്യമാണ് ആകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? ഞാൻ 5 മിനിറ്റ് ലേറ്റ് ആകും. ഐ വിൽ ബി ലേറ്റ് 5 മിനിറ്റ്സ്. ഐ വിൽ ബി ലേറ്റ് 5 മിനിറ്റ്സ്. ഇവിടെ നമ്മൾ ബി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇതിൻ്റെ നെഗറ്റീവ് പറയുകയാണെങ്കിലോ, ഞാൻ ലേറ്റ് ആകില്ല, അല്ലെങ്കിൽ ഞാൻ വൈകില്ല എന്ന് പറയുന്നത് ഞാൻ ലേറ്റ് ആകില്ല, ഞാൻ നേരം വൈകില്ല എന്ന് പറയാറുണ്ടല്ലോ. ഐ വോണ്ട് ബി ലേറ്റ്. ഐ വോണ്ട് ബി ലേറ്റ്. ഇനിയിപ്പം ടൈം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ 5 മിനിറ്റ് ലേറ്റ് ആകില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ വോണ്ട് ബി ലേറ്റ് 5 മിനിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ന് രാത്രി നിങ്ങൾ യാത്രയിലായിരിക്കുമോ? ഇന്ന് രാത്രി നിങ്ങൾ യാത്രയിലായിരിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലോ, ആയിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം വിൽ, ഞാൻ നേരത്തെ എടുത്തൊരു ക്ലാസ്സാണിത്. വീണ്ടും വില്ലിൻ്റെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡൗട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. വിൽ യു ബി, അവിടെ വിൽ യു ബി എന്ന് വേണം. എന്തുകൊണ്ട് ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി അവിടെ നമ്മൾ വിൽ യു എന്ന് യൂസ് ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം വിൽ യു ബി ഓൺ ദ ട്രിപ്പ്, വിൽ യു ബി ഓൺ ദ ട്രിപ്പ് tonight. Will you be on the trip tonight? ഇന്ന് രാത്രി നിങ്ങൾ യാത്രയിലായിരിക്കുമോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു?
ബി യൂസ് ചെയ്തു. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡൽ ഓക്സിലറീസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ വില്ലിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്തത് കണ്ടു. ഇതുപോലെ തന്നെ ക്യാൻ ബി, ഷുഡ് ബി, കുഡ് ബി, വുഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ള മേ ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇതുപോലെയുള്ള മോഡൽ ഓക്സിലറിയുടെ കൂടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബി യൂസ് ചെയ്തുകൊണ്ട് പറയും. നമ്മൾ കാണാറുണ്ടല്ലേ, ക്യാൻ ബി, വുഡ് ബി, കുഡ് ബി, ഷുഡ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെൻറ്റൻസുകൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അവൾ സന്തോഷവതി ആയിരിക്കും, അവൾ സന്തോഷവതി ആയിരിക്കും എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് വിൽ ബി ഹാപ്പി എന്ന് പറയാം, വുഡ് ബി ഹാപ്പി എന്നും പറയാം, ഷീ വുഡ് ബി ഹാപ്പി എന്ന് പറയാം. അവൾ സന്തോഷവതി ആയിരിക്കും, അവൾ സന്തോഷവതി ആയിരിക്കും എന്ന് പറയാറുണ്ടല്ലോ. ഷീ വുഡ് ബി ഹാപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ വിൽ ബി ഹാപ്പി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ആയിരിക്കും എന്ന് പറയുമ്പം അവിടെ നമുക്ക് ഏറ്റവും പൊളൈറ്റായി പറയാൻ വേണ്ടിയിട്ട് ഷീ വുഡ് ബി ഹാപ്പി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബി യൂസ് ചെയ്യും. നെക്സ്റ്റ്, അവൻ്റെ ബാഗിൽ പണമായിരിക്കാം. നമുക്ക് ഉറപ്പൊന്നുമില്ല, അവൻ്റെ ബാഗിൽ പണമായിരിക്കാം, ഒരു സംശയം, ചിലപ്പോൾ എന്ന് പറയാറുണ്ടല്ലോ. ഇവിടെ മേ ബി എന്ന് യൂസ് ചെയ്യാം. മേ ബി മണി ഇൻ ഹിസ് ബാഗ്, മേ ബി മണി ഇൻ ഹിസ് ബാഗ് അല്ലേ. ആയേക്കാം എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. എൻ്റെ ബാഗിൽ പണമായേക്കാം അല്ലെങ്കിൽ ആയിരിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മേ ബി മണി ഇൻ ഹിസ് ബാഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇനി ഒരു വസ്തു, എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ വെച്ചുകൊണ്ട്, ഇപ്പം നമുക്കൊരു സംശയം നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് മഞ്ചായിരിക്കാം, അല്ലെങ്കിൽ അതൊരു മിൽക്കി ബാർ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു കിറ്റ്കാറ്റ് ആയിരിക്കാം, ഇങ്ങനെ നമ്മളായിരിക്കാം എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഇറ്റ് മേ ബി എ മഞ്ച് അല്ലേ, അത് ഒരു മഞ്ചായിരിക്കാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അവിടെ നമ്മൾ ബി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ സെൻറ്റൻസ് അതല്ല കേട്ടോ, അത് ഞാൻ അവസാനം പറഞ്ഞു തരാം. നെക്സ്റ്റ്, അവൾക്ക് ടീച്ചറാകാം. ഇത് നമുക്കറിയാം, അവൾക്ക് ടീച്ചറാകാം, ആകാം എന്ന് പറയുമ്പം ക്യാൻ ബി ആണ് യൂസ് ചെയ്യുക അല്ലേ. അവളാണ് സബ്ജക്റ്റ്. അവൾക്കൊരു ടീച്ചറാകാം എന്ന് പറയുകയാണെങ്കിൽ ഷീ ക്യാൻ ബി എ ടീച്ചർ, ഷീ ക്യാൻ ബി എ ടീച്ചർ, അവൾക്ക് ഒരു ടീച്ചറാകാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, അവളൊരു വിദ്യാർത്ഥി ആയിരിക്കണം അല്ലേ. ആയിരിക്കണം, ആകണം, ഇവിടെ നമ്മൾ ഷുഡ് യൂസ് ചെയ്തുകൊണ്ട് പറയും. അപ്പോൾ ആയിരിക്കണം, അവളൊരു വിദ്യാർത്ഥി ആയിരിക്കണം, അവൾ ഡോക്ടർ ആയിരിക്കണം, അവളൊരു എൻജിനീയർ ആയിരിക്കണം, ഇങ്ങനെ നമ്മൾ ഉറപ്പിച്ച് പറയുന്ന സിറ്റുവേഷനിൽ ഷുഡ് ബി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെ പറയും? അവളൊരു വിദ്യാർത്ഥി ആയിരിക്കണം എന്ന് പറയുമ്പോഴേ അവളാണ് സബ്ജക്റ്റ്. ഷീ ഷുഡ് ബി എ സ്റ്റുഡൻറ്റ്, ഷീ ഷുഡ് ബി എ സ്റ്റുഡൻറ്റ്, അവൾ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. ഈ ഒരു സിറ്റുവേഷനിലും നമ്മൾ ബി യൂസ് ചെയ്തു. നമ്മുടെ മോഡൽ ഓക്സിലറിയുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ബി യൂസ് ചെയ്തു. ക്യാൻ, ഷുഡ്, വുഡ്, മേ, മൈറ്റ് ഇവയൊക്കെ നമ്മുടെ മോഡൽ ഓക്സിലറീസ് ആണ്. ഇവിടെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ബി യൂസ് ചെയ്തത്. ഇനി ഫോൺ മേശപ്പുറത്തായിരിക്കും. നമ്മളൊരു സാധനം നമ്മളിപ്പോൾ ആയിരിക്കും, ഇപ്പോൾ ഇന്നൊരു സാധനം ഇന്ന സ്ഥലത്തായിരിക്കും എന്ന് പറയാറുണ്ടല്ലോ. ഫോൺ മേശപ്പുറത്തായിരിക്കും, ഇവിടെ നമുക്ക് കുഡ് ബി യൂസ് ചെയ്തുകൊണ്ട് പറയാം. നേരെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് കുഡ് ബി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വുഡ് ബി യൂസ് ചെയ്യാം. ഇനി വിൽ ബി യൂസ് ചെയ്താലും തെറ്റല്ല. അപ്പം ഞാനിങ്ങനെ പറയുകയാണ്, ഫോൺ മേശപ്പുറത്തായിരിക്കും. ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ പറയാം നമുക്ക്? ഫോൺ വിൽ ബി ഓൺ ദ ടേബിൾ, ഫോൺ വിൽ ബി ഓൺ ദ ടേബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഫോൺ വുഡ് ബി ഓൺ ദി ടേബിൾ എന്ന് പറയാം. ഫോൺ മേശപ്പുറത്തായിരിക്കും. പേന ബോക്സിനകത്തായിരിക്കും അല്ലേ. ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. അത് ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പൊന്നും നമുക്കില്ല. അവിടെ നമുക്ക് കുഡ് ബിയും യൂസ് ചെയ്യാം കേട്ടോ. ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് കുഡ് ബിയും യൂസ് ചെയ്യാം. അത് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് വുഡ് ബി യൂസ് ചെയ്യാം, വിൽ ബി യൂസ് ചെയ്യും, ഒക്കെ യൂസ് ചെയ്യാം. അപ്പം പേന ബോക്സിനകത്തായിരിക്കും. The pen will be inside the box. The pen will be inside the box, അല്ലെങ്കിൽ the pen would be inside the box എന്ന് പറയാം. ഇനി അതൊരു നേരിയൊരു സാധ്യതയുള്ളെങ്കിൽ അവിടെ നമുക്ക് the pen could be inside the box എന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ എനിക്കറിയാമായിരുന്നു
അവളൊരു ഡോക്ടറാകുമെന്ന്, അല്ലേ? എനിക്കറിയാമായിരുന്നു അവളൊരു ഡോക്ടറാകുമെന്ന്. ഇതെങ്ങനെ പറയാം? അതായത് നേരിയ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് കുഡ് ബി യൂസ് ചെയ്തുകൊണ്ട് പറയാം. ഐ ന്യൂ, എനിക്കറിയാമായിരുന്നു അവളൊരു ഡോക്ടറാകുമെന്ന്. എനിക്ക് ഉറപ്പില്ല, ഏകദേശം എനിക്കറിയാമായിരുന്നു അവളൊരു ഡോക്ടറാകുമെന്ന്. ഐ ന്യൂ ഷീ കുഡ് ബി ദ ഡോക്ടർ. ഐ ന്യൂ, എനിക്കറിയാമായിരുന്നു. ഷീ കുഡ് ബി ദ ഡോക്ടർ, അവൾ ഡോക്ടറാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഐ ന്യൂ ഷീ കുഡ് ബി ദ ഡോക്ടർ, അവൾ ഡോക്ടറാകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇവിടെ കുഡ് ബി ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി അത് ഉറപ്പായിട്ടും നമുക്കറിയാമായിരുന്നു എന്നാണെങ്കിൽ അവിടെ നമുക്ക് വുഡ് ബി യൂസ് ചെയ്ത് പറയാം. അതിനൊരു എക്സാമ്പിൾ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ സേഫ് ആയിരിക്കുമെന്ന്, അല്ലേ? ചില സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, എനിക്കുറപ്പുണ്ടായിരുന്നു അവൾ സേഫ് ആയിരിക്കുമെന്ന്, അല്ലേ? ചില സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മളൊരാളെ ഏൽപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്കുറപ്പുണ്ടായിരുന്നു അവൾ സേഫ് ആയിരിക്കുമെന്ന്. ഇവിടെ നമുക്ക് വുഡ് ബി യൂസ് ചെയ്തുകൊണ്ട് പറയാം. എങ്ങനെ പറയാം? ഐ വാസ് ഷുവർ ഷീ വുഡ് ബി സേഫ്, അവൾ സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഐ വാസ് ഷുവർ ഇവിടെ പാസ്റ്റ് ആണ് പറയുന്നത്, അതുകൊണ്ടാണ് ഐ വാസ് ഷുവർ ഷീ വുഡ് ബി സേഫ്. ഓക്കെ, നമ്മൾ ബി യൂസ് ചെയ്യുന്ന വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഹാവ് ടു, വാണ്ട് ടു, നീഡ് ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവയുടെ കൂടെയും ചില സിറ്റുവേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബി യൂസ് ചെയ്യും. എനിക്ക് നേരത്തെ ഓഫീസിലെത്തണം, എനിക്ക് ഇന്ന് നേരത്തെ ഓഫീസിലെത്തണം. ഇവിടെ ഐ ഹാവ് ടു ആണ് നമ്മൾ യൂസ് ചെയ്യല്ലേ. ഐ ഹാവ് ടു റീച്ച്, ഐ ഹാവ് ടു അറൈവ്, ഐ ഹാവ് ടു ഗെറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതിന് പകരമായിട്ട് നമുക്ക് ഐ ഹാവ് ടു ബി എന്ന് പറയാം. ഓക്കെ, ഐ ഹാവ് ടു ബി ഇൻ ദ ഓഫീസ് ഏർലി ടുഡേ എന്ന് പറയാം. അതുപോലെയുള്ള ഒരു അവസ്ഥയെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മഞ്ചാണ് ഇഷ്ടം എന്നുള്ള ആ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞല്ലോ, ഐ വോണ്ട് ടു ബി എ മഞ്ച് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് മഞ്ചാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. എനിക്ക് മഞ്ചാണ് ഇഷ്ടം, അവിടെ എനിക്ക് മഞ്ചാകാനാണ് ആഗ്രഹം എന്നല്ല, അത് എൻ്റെ ഇഷ്ടമാണ് പറയുന്നത്. എനിക്കുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടത്തെ പറയുമ്പോഴാണ് നമ്മളവിടെ ഐ വോണ്ട് ടു, അതെൻ്റെ ആഗ്രഹമാണ്. ആ മഞ്ചി എന്നുള്ള ഒരു വസ്തു എനിക്ക് ആഗ്രഹമുണ്ട്, അവിടെയാണ് നമ്മൾ ടു ബി എ മഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈസ്, ആറ്, ആമൊക്കെ നമ്മൾ യൂസ് ചെയ്യും, അല്ലേ? അതിൻ്റെ കൂടെ ആമാണ്, സിംഗുലറിൻ്റെ കൂടെ ഈസാണ് എന്നൊക്കെ അറിയാം. ഈസും ആറും ആമും ഒക്കെ വരുന്നത് ബിയുടെ ഓക്സിലറി തന്നെയാണ്. ഓക്കെ, അതറിയാലോ. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു സെൻറ്റൻസാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ഐ വാണ്ട് ടു ബി എ മഞ്ച്, എനിക്ക് മഞ്ചാണ് വേണ്ടത്, എനിക്ക് മഞ്ചാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എനിക്ക് മഞ്ചാണ് ആഗ്രഹം, ആ മഞ്ചിനെയാണ് എനിക്ക് വേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അല്ലാതെ എനിക്ക് മഞ്ചാകാനാണ് ആഗ്രഹം എന്നല്ല ഞാൻ പറഞ്ഞത്. മഞ്ച് എന്ന് പറയുന്ന ആ ഒരു സ്വീറ്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാണ്. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ബീനെ നമ്മൾ പല രീതിയിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ യൂസസ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അത് ശരിയല്ല, അതല്ല ശരി എന്ന് പറയരുത്. നമ്മൾ ഇംഗ്ലീഷിൽ പലതും പറയും. ഇപ്പം ഒരു അലമാരിക്ക് നമ്മൾ കബോർഡ് എന്ന് പറയും, ക്ലോസറ്റ് എന്നും പറയാറുണ്ട്. ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അലമാരി എന്ന് തന്നെയാണ്. ചില ട്രാൻസ്ലേഷനിലൊക്കെ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ആർക്കെങ്കിലും വിശ്വാസം വരുമോ? ഇല്ലല്ലോ. കബോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകൂലേ എന്നതുപോലെ തന്നെയാണ് ഐ വാണ്ട് ടു ബി എ മഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്കൊരു മഞ്ചാണ് വേണ്ടത് എന്നാണ്, അതാണ് എനിക്ക് ഇഷ്ടം എന്നാണ്, അതാണ് എനിക്ക് ആഗ്രഹം, അതാവാൻ എന്നല്ല, ആ ഒരു സാധനമാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ബി എന്നുള്ള ആ ഒരു ഓക്സിലറി നമ്മൾ ഇതുപോലെ എല്ലാ മോഡൽ വെർബ്സിൻ്റെ കൂടെയും ഇതുപോലുള്ള കാര്യങ്ങളുടെ കൂടെയും ഒരു വെർബായിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തത്. ഇനിയും നിങ്ങൾക്കറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പാസ്റ്റും
പിന്നെ അതുപോലെ V3 ഫോം അങ്ങനെയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള സംശയങ്ങൾ നിങ്ങൾ നല്ല രീതിക്ക് ചോദിക്കുക. അതുപോലെ നല്ല രീതിയിലുള്ള കമൻസും നിങ്ങൾക്ക് ഇടാം, ഇഷ്ടമുണ്ടെങ്കിൽ ഇടുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.